ഹായ് കൂട്ടുകാരെ. നമ്മൾ ആദ്യത്തെ പ്രയാണം പോവാണ്. നമ്മൾ ഇന്ന് എങ്ങോട്ടാ പോകുന്നേ? ചിന്മയി മാമിനെ കാണാൻ. ബൈക്ക്, ബസ്, കായംകുളം റെയിൽവേ സ്റ്റേഷൻ. ട്രെയിനിൽ ഇരിക്കാൻ കുറെ സ്ഥലം ഉണ്ടായതുകൊണ്ട് തന്നെ അവിടെ സൈഡിൽ നിന്നിട്ട് എറണാകുളത്ത് എത്തി. എന്നിട്ട് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ അല്ല മെട്രോ സ്റ്റേഷനിൽ നിന്ന് നേരെ വണ്ടിയല്ല ട്രെയിൻ കയറി അല്ല മെട്രോ കയറിയിട്ട് വൈറ്റിലേക്ക് പോയി. വൈറ്റിലെ മെട്രോ സ്റ്റേഷനിൽ നിന്ന് വൈറ്റിലെ ബസ് പോയിന്റിൽ ബസ് കയറുന്നവരെ വിശന്ന് നിൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പരിപ്പടി മുട്ടബജിയും കഴിച്ചു. എന്നിട്ടും വിശപ്പടക്കാത്തതുകൊണ്ട് ഒരു ഷവർമയും തന്നു. ചെറുതായിട്ട് വിശപ്പിന്റെ അസുഖണ്ടേ. നിങ്ങൾ ആ ബസ് കാണുന്നുണ്ടോ? അതെ, ഇതാണ് എനിക്ക് പോകാനുള്ള ബസ്. ബസ്സിന്റെ അകത്ത് കയറിയപ്പാണെങ്കിൽ ബസ്സിന്റെ അകത്തൊരു മനുഷ്യന്റെ കുട്ടിയില്ല. ലുക്ക് ലൈക്ക് മൈ പ്രൈവറ്റ് ബസ്. നിങ്ങൾ ആ കുറുനരിയെ കാണുന്നുണ്ടോ? കാണുകയാണെങ്കിൽ കുറുനരിയെ എന്ന് പറയണം. അല്ലെങ്കിൽ രാവിലെ നീക്കുമ്പോൾ എന്റെ സാധനങ്ങൾ കടിച്ചോണ്ടായാലോ. വണ്ടി ഒന്ന് ബ്രേക്ക് പിടിച്ചപ്പോൾ തലടിച്ചുകൊണ്ട് ബോധം പോയ പോലെ ഒറ്റ കിടത്താം. പിന്നെ രാവിലെ ചെന്നൈയിൽ എത്തിയതേ കണ്ടുള്ളൂ. സമയം രാവിലെ 5:59. മുമ്മുവിന്റെ പ്രയാണത്തിനടക്കം ബിഗ് ബോസിന് എന്താ കാര്യം? അങ്ങനെ ഞാൻ ചെന്നൈ എത്തിയിട്ടോ. ഇറങ്ങിയപ്പോൾ തന്നെ ഐ വാസ് ലൈക്ക് ഓ ഗോഡ്, ദിസ് ഈസ് ചെന്നൈ. ഓ, എല്ലായിടത്തും ഇങ്ങനെ ആയിരിക്കില്ലേ? അങ്ങനെ വിചാരിച്ച് നമുക്ക് പോവാം. വാ ബൈ അസുൽ മോനെ. ഇതായിരുന്നു ഞാൻ വന്ന വണ്ടി, അസുൽ. അങ്ങനെ ചെന്നൈ മെട്രോ സ്റ്റേഷനിൽ നിന്ന് വേറെ ഏത് മെട്രോ? ആ മെട്രോ ഒന്ന് ഗുണ്ടി മെട്രോ. നല്ല പേര്. നേരത്തെ പറഞ്ഞ മെട്രോ സ്റ്റേഷനിലോട്ട് എത്തുന്നതിന്റെ മുന്നേ വെജിറ്റേറിയൻ ഹോട്ടൽ കൊണ്ട് അവിടെ കയറി നല്ല പൂരി മസാലയും പിന്നെ അതിന്റെ കൂടെ ഈ സാധനം തിന്നു. സത്യം പറയല്ലോ, തിന്നതേ ഓർമ്മയുള്ളൂ, പേര് ഓർമ്മയില്ല. എന്തായിരുന്നടാ? സോറി ബ്രോ. നെക്സ്റ്റ് സ്റ്റോപ്പ് ഗുണ്ടി. Platform 2 in 3 minutes. പ്രഭാത കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ബാത്റൂമിൽ കയറിയിരുന്നു. തള്ള സമ്മതിക്കൂല. ബാത്റൂമിനകത്ത് വരാൻ അനൗൺസ്മെന്റ് പേടിച്ചു മനുഷ്യൻ. അങ്ങനെ ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ മാറി പുറത്തിറങ്ങി. ഓക്കെ, ഇനി പോവാനുള്ള വഴി അറിയില്ല. സാധാരണ നമുക്ക് വഴി അറിയാത്തപ്പോൾ നമ്മൾ ആരോടെ വഴി ചോദിക്കാറ്? മാപ്പിനോട്. മാപ്പ് വഴി കാണിച്ചു തന്നു. പോവാനുള്ള ദൂരം കുറച്ചുള്ള ഒന്ന് കണ്ടോക്കി. പൈസ മുടക്കാൻ മടിക്കും. ഞാൻ നടന്നു. മുമ്പ് നമ്മൾ എത്തുന്നിടത്തെത്തി. പറയൂ. ബാക്ക്. ജയിച്ചു. കല്യാണ മണ്ഡലത്തിൽ നിന്ന് പെണ്ണിന്റെ വീട്ടിൽ തേടി പോകാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുന്ന കാറുകളല്ലത്. ഇതെല്ലാം ചിന്മയി മാമിനെ കാണാൻ വന്നൊരു കാറുകളാണ്. സോ ഗൈസ്, ദിസ് ഇസ് പിന്നിലെ മരങ്ങൾ അഥവാ ബിഹൈൻഡ് വുഡ്സ്. സോ തമാശ അപ്പാർട്ട്. ഇനി നടന്ന കാര്യങ്ങളെല്ലാം എൻ്റെ ലൈഫിനെ ഒരിക്കലും മറക്കാത്ത കാര്യങ്ങളാണ്. ഫൈനലി ഒരു ദൈവം തന്ന പൂവേ പാട്ടും പാടി നമ്മുടെ എല്ലാവരും മനസ്സിലിടം പിടിച്ച് ചിന്മയി ശ്രീപദ മാം ഇസ് ഹിയർ. അടുത്ത ഷൂട്ട് എൻ്റെതാണ്. ഷൂട്ട് റൂമിൽ കയറുന്നതിൻ്റെ മുന്നേ വരെ ഭയങ്കര പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കയറിയത്. ബട്ട് വെൻ ഷീ സോ മീ ഷീ സെഡ്, ഏയ് കണ്ണട വെച്ച പയ്യൻ ഉന്നെ എനിക്ക് തരും. അതോടെ കൂടെ ഞാൻ പ്ലാൻ ചെയ്ത് വന്ന എല്ലാ സാധനവും എൻ്റെ തലയിൽ നിന്ന് എവിടോട്ടോ ഇറങ്ങിപ്പോയി. ബിക്കോസ് ഐ എം സോ ഹാപ്പി, ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് ദാറ്റ്. ആൻഡ് ആഫ്റ്റർ എമ്പാട് നേരത്തെ വെയിറ്റിംഗ്, ദിസ് has happened. உங்களோட ரீல் எனக்கு நிறைய வாட்டி அமிச்சாங்க. ஸோ இட் வாஸ் லவ்லி டு see your performance. வந்துட்டேன், பரவாயில்ல, பாதி வந்துட்டேன், பார்டர் தாண்டிட்டேன். ஓகே, சின்மயுடைய முத்தமழை ஆடோ. தேங்க்யூ. இப்போ எல்லாரும் எது கிளாப் பண்ணீங்க? ശരി, ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഒരിക്കലും മറക്കില്ല എന്നുള്ളത്. ദിസ് ഇസ് ദ റീസൺ. ബിക്കോസ് നിങ്ങൾ തന്നെ കണ്ടില്ലേ എത്രത്തോളം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കൂടെയാണ് ചിന്മയി ശ്രീപദ മാം മറ്റുള്ള ആർട്ടിസ്റ്റോട് പെരുമാറുന്നത് എന്നുള്ളത്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ് മയ്യ. അത് പാടിയ ആളെ കൂടെ ഇരുന്ന് പാടാനുള്ള ഒരു വലിയൊരു അവസരം എനിക്ക് ഉണ്ടാക്കി തന്ന ബിഹൈൻഡ് വുഡ്സിനോടും അതുപോലെ തന്നെ എന്നെ ഈ നിലയിലോട്ട് എത്തിച്ച് എൻ്റെ കംപ്ലീറ്റ് ഫോളോവേഴ്സിനോടും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എല്ലാവരോടും ഞാൻ ഈ ഒരു അവസരത്തിൽ വലിയൊരു താങ്ക്സ്. അയ്യോ, നന്ദി വാക്ക് പറഞ്ഞിട്ട് ഞാൻ പോണ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് അവരവിടുന്ന് ഫുഡ് തന്നതിൽ കഴിഞ്ഞിട്ട് ഞാൻ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എന്തൊക്കെ തിന്നാളൊക്കെ മേടിച്ചിട്ട് എൻ്റെ B3 റെയിൽവേ സ്റ്റേഷനിലടാ B3 ബോഗിയിൽ കയറിയിട്ട് ഞാൻ കയറി കിടന്നു തുടങ്ങി. ഓക്കെ, ഗുഡ് നൈറ്റ്, ബൈ.